ടി ജി ശ്രദ്ധിച്ച് കേൾക്കണം. പിണറായി ആരാധ്യനാണ്, ആരാധനയ്ക്ക് അർഹനാണ്. മാത്രമല്ല അദ്ദേഹം നിർഭയനാണ്, സംഘാടകനാണ്, പിന്നെ ഒന്നാം തരം ഭരണാധികാരിയാണ്. ഇത് പറയുന്നത് എ.കെ. ബാലൻ, CPM കേന്ദ്ര സമിതി അംഗമാണ്. അപ്പോൾ നമ്മളൊക്കെ ഇനി പിണറായിയെ ആരാധിക്കണം എന്ന് ബാലൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ ആരാധിച്ചോളണം എന്നൊരു സൂചനയൊന്നും അതിനകത്തില്ല. ആരാധ്യനാണ്, ബാലൻ ആരാധിക്കുന്നുണ്ട്, അതിൽ തെറ്റില്ല എന്നും ബാലൻ വിചാരിക്കുന്നു. പക്ഷേ ബാലൻ്റെ ആ പ്രസ്താവനയിൽ നിർബന്ധമായും വായിച്ചെടുക്കേണ്ട ഒരു കാര്യമുണ്ട്. പിണറായിക്ക് ശേഷം ആര്? ഈ ഒരു ചോദ്യം CPMൽ പലരും അന്യോന്യം ചോദിക്കുന്നുണ്ട്. തുറന്ന് ചോദിക്കുന്നില്ല, ഇതുപോലത്തെ കമൻറ്റിലൂടെ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ പിണറായിക്ക് ശേഷം മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ ഞാനാണ് എന്ന് ബാലൻ ഭംഗ്യന്തരേണ പറഞ്ഞു വയ്ക്കുകയാണ്. അല്ല, ബാലൻ ഇതിൻ്റെ അവസാനം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇപ്പോൾ കിട്ടിയതിനേക്കാളും വലിയ സ്ഥാനങ്ങൾ കിട്ടുമായിരുന്നു, ഞാനത് വേണ്ട എന്ന് വെച്ചതാണെന്ന് പറയുന്നുണ്ട്. അതൊരു സൂചനയാണ്. അപ്പോൾ ആഗ്രഹം ഇല്ലെന്നുള്ളതല്ലേ? അല്ല, ഈ ആഗ്രഹം ഇല്ല എന്ന് പറയുന്നത് പലപ്പോഴും ആഗ്രഹം ഉള്ളതുകൊണ്ടാണ്. ഈ VM സുധീരൻ ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്ന് അങ്ങനെ പറഞ്ഞാൽ ആ തെരഞ്ഞെടുപ്പിൽ ഉറപ്പായിട്ട് സുധീരനുണ്ടാവും. സുധീരൻ ലാസ്റ്റ് മിനിറ്റിൽ പറഞ്ഞു, സോണിയാഗാന്ധി നേരിട്ട് വിളിച്ചു പറഞ്ഞു, രാഹുൽ ഗാന്ധി നേരിട്ട് വിളിച്ചു പറഞ്ഞു, ചിലപ്പോൾ വിളിച്ച് പറഞ്ഞും കാണും, അല്ലെ പറയിപ്പിച്ച് കാണും, എന്തും ആയിക്കോട്ടെ, അവർ തമ്മിൽ ഫോണിൽ എന്ത് സംസാരിച്ചു നമുക്കറിയില്ല. എന്നിട്ട് സുധീരൻ പ്രത്യക്ഷപ്പെടുന്നു മനസ്സോടെ. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണ് രാഷ്ട്രീയത്തിൽ ആൾക്കാർ വരുന്നത്. ബാലൻ്റെ കാര്യത്തിൽ അതൊരു ജെനുവിൻ ഡിമാൻഡാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ പിണറായി ഉണ്ടാക്കിയ ഒരു ഇംപ്രഷൻ മുഹമ്മദ് റിയാസ് ആയിരിക്കും അടുത്ത മുഖ്യമന്ത്രി. ഇനി അധികാരത്തിൽ വരികയാണെങ്കിൽ വരുമെന്ന് തന്നെയാണ് അവരുടെ വിശ്വാസം. മൂന്നാമതും വരും. വന്നാൽ മുഹമ്മദ് റിയാസാണ് മന്ത്രി. അതുകൊണ്ടാണ് ഇടയ്ക്ക് മുഖ്യമന്ത്രിയെ ഡിഫെൻഡ് ചെയ്യാൻ ആരും വരുന്നില്ല എന്ന് മുഹമ്മദ് റിയാസ് അല്പം ശാസനാസ്വരത്തിൽ സംസാരിക്കുകയും ഉടൻ തന്നെ ബാക്കിയുള്ളവരെല്ലാം മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ ചാടി ഇറങ്ങുകയൊക്കെ ചെയ്തു. അതിനുശേഷം എല്ലാവർക്കും മനസ്സിലായി ഇതാണ് ചെയ്യേണ്ടത്. മുഖ്യമന്ത്രിയെ ഇടയ്ക്കിടയ്ക്ക് പുകഴ്ത്തുക, സംരക്ഷിക്കുക, ചോദിക്കാതെ തന്നെ വേണ്ട സംരക്ഷണം കൊടുക്കുക, ഇതൊക്കെ ആവശ്യമാണ്. അപ്പോൾ മുഹമ്മദ് റിയാസിനെ ആക്കരുത് എന്ന് ഒരു വിഭാഗം CPM നേതാക്കൾക്ക് ഉണ്ട്, ആശയമുണ്ട്. ബാലൻ വൺ ഓഫ് ദ സീനിയർ മോസ്റ്റ് നേതാവാണ് CPMൻ്റെ. കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. സീനിയോറിറ്റിയിൽ ഒട്ടും കുറവല്ല. ബാലന് വേറൊരു അഡ്വാൻറ്റേജ് കൂടെയുണ്ട്. അദ്ദേഹം ഒരു പ്രത്യേക ജാതി വിഭാഗത്തിൽപ്പെടുന്ന ആളാണ്. അതിന് ഒരു അഡ്വാൻറ്റേജ് സാധാരണ CPMൽ അങ്ങനെ ഇല്ലെങ്കിലും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് ഒരു ഷെഡ്യൂൾ കാസ്റ്റ് മുഖ്യമന്ത്രി ആയാൽ അത് CPMന് വലിയൊരു ഗുണം ചെയ്യും എന്ന് CPMന് തോന്നാമില്ല. അതിൻ്റെയും ഒരു ചെറിയ ഒരു വിത്താണ് ഈ ബാലൻ ഇട്ടിരിക്കുന്നത്. കാരണം നിങ്ങൾ ആക്കാൻ പോകുന്നത് മുഹമ്മദ് റിയാസിനെയാണ്. മുഹമ്മദ് റിയാസിനെ ആക്കിക്കഴിഞ്ഞാൽ ഒരു ഹിന്ദു കൺസോളിഡേഷൻ, CPMൻ്റെ ബേസ് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുക്കളാണ്, അതിനെ നിരന്തരം BJP ഷെയ്ക്ക് ചെയ്ത് പിന്നെ ഇവരുടെ ഈ മുസ്ലിം പ്രീണനവും ഒക്കെ കൂടെ വല്ലാത്ത നിരാശ CPMന് ഉള്ളിലെ ഹിന്ദുക്കളുടെ ഇടയിൽ ഉണ്ടാകും. അതാണ് നമ്മളെ ഈ അഡ്വക്കേറ്റ് ജയശങ്കറൊക്കെ പറയാറില്ലേ, വടകരയിൽ വർക്ക് ചെയ്യുന്നത്. അത് ഈ സാധനമാണ്. എന്തുകൊണ്ടാണ് വടകരയിൽ CPM പലപ്പോഴും തോറ്റുപോകുന്നത്? മുരളീധരൻ ജയിക്കുന്നു, അതും P. ജയരാജൻ എന്ന വലിയ തലയെടുപ്പുള്ള ആളെ പരാജയപ്പെടുത്തി ആളെ. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് CPMലെ ഈ അസംതൃപ്ത വിഭാഗമാണ്. അതിന് അവിടെ TP ചന്ദ്രശേഖരൻ്റെ വധവും ഒരു റീസണാണ്. ബട്ട് ബേസിക് സംഭവിക്കുന്നത് CPMനുള്ളിലെ ഹിന്ദുക്കൾ അസംതൃപ്തരായിരിക്കുന്നു. ആ അസംതൃപ്തരായ ഹിന്ദുക്കളെ പുറത്തു പോകാതെ സംരക്ഷിക്കാനും മുസ്ലിം ശത്രുവാണ് എന്നൊക്കെ വരുത്താനും വേണ്ടിയിട്ടാണ് വടകരയിൽ ഈ ബഹളമൊക്കെ നടന്നത്. കാഫിർ, മറ്റേ വീഡിയോ ഉണ്ട്, ഇല്ല ചിത്രമാണ്, വീഡിയോ അല്ല ചിത്രമാണെന്ന് ശൈലജ പറയുന്നു. അങ്ങനെ ഇതൊന്നുമില്ല, വീഡിയോ ഒന്നുമില്ല എന്ന് പറയും. ഈ കൺഫ്യൂഷൻ എല്ലാം ഉണ്ടായത് വടകരയിലെ എന്താ പറയുക, തെങ്ങ് കയറ്റക്കാരായ ഹിന്ദുക്കൾ
അങ്ങനെയാണ് പണ്ട് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്, തേങ്ങ വലിക്കുന്ന ഹിന്ദുക്കൾ. എന്ത് വാങ്ങിക്കോട്ടെ, ഈ ഡൈനമിക്സ് എല്ലാം അവിടെ കളിക്കുന്നത് ഈ ഹിന്ദു വോട്ട് ബാങ്കിൻ്റെ ശക്തി കൊണ്ടാണ്. അത് വല്ലാതെ ശക്തി ആർജിക്കുന്നു. അതിൻ്റെ ബെനിഫിറ്റ് ടൈം ബീയിങ് കിട്ടുന്നത് CPM-നാണ്. ഒരു തവണ അത് കോൺഗ്രസ്സിന് പോയി 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പാണ്. ദർ വാസ് എ ഹിന്ദു കൺസോളിഡേഷൻ ബേസ്ഡ് ഓൺ ശബരിമല ഇഷ്യൂ. അന്ന് കൺസോളിഡേറ്റഡ് ഹിന്ദു വിചാരിച്ചത് BJPക്ക് വോട്ട് ചെയ്താൽ ഏതായാലും ഇവർ ജയിക്കാൻ പോണില്ല. അപ്പോൾ പിണറായി ഒരു പാഠം പഠിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കോൺഗ്രസ്സിന് വോട്ട് ചെയ്യണം. അങ്ങനെ തൂത്ത് പെറുക്കി കോൺഗ്രസ്സിന് വോട്ട് ചെയ്തു. ഇതാണ് അന്ന് സംഭവിച്ചത്. അപ്പോൾ കേരളത്തിൽ ഡെഫിനറ്റ്ലി ഒരു ഹിന്ദു വോട്ട് ബാങ്ക് ഉണ്ട്. ബട്ട് അതിൻ്റെ ബെനിഫിറ്റ് പൂർണ്ണമായിട്ട് നാച്ചുറലായിട്ട് BJPക്ക് പോകേണ്ടതാണ്. അത് പോകാത്തത് ഈ ജാതി കൺസിഡറേഷൻസ് കൊണ്ടാണ്. ഇവിടെ ഈ സ്ട്രോങ് LDF UDF BJP ഒരു ഡിസ്റ്റൻറ്റ് തേർഡായിട്ട് നിൽക്കുന്നു. ഒരു ത്രഷോൾഡ് ലെവലിൽ BJP എത്തിക്കഴിഞ്ഞാൽ പിന്നെ കണ്ണും മൂക്കുമില്ലാതെ ഈ ഹിന്ദു വോട്ട് ബാങ്ക് BJPക്ക് പോകും. അപ്പോൾ ഹിന്ദുവിനെ കൺസോളിഡേറ്റ് ചെയ്യുകയും വേണം, അതിൻ്റെ ബെനിഫിറ്റ് എനിക്ക് കിട്ടുകയും വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ CPM-ൽ വളരെ കൂടുതലാണ് ഇപ്പോൾ. അപ്പോൾ എന്തായി, ബാലന് ഒരു ക്ലെയിം വന്നു, മുഹമ്മദ് റിയാസിനേക്കാൾ പാർട്ടിക്ക് ലാഭം ബാലനെ മുഖ്യമന്ത്രിയാക്കുന്നതാണ്. ബാലൻ സീനിയറാണ്, ഗോവിന്ദൻ ബാലനേക്കാൾ ജൂനിയറാണ്. ശരി, PB മെമ്പറാണ്, പാർട്ടി സെക്രട്ടറിയാണ്, കാര്യമൊക്കെ ശരിയാണ്. ബട്ട് ബാലൻ നോക്കുമ്പോൾ ഉണ്ടല്ലോ, താൻ ഈ ഒരു പ്രത്യേക ജാതിയിൽപ്പെട്ട ആളും കൂടെയാണ്, അതിൻ്റെ അഡ്വാൻറ്റേജും കൂടെ പാർട്ടിക്ക് കിട്ടും. CPM അങ്ങനെ ഈ പ്രത്യേക ജാതിയിൽപ്പെട്ട ആളുകളെ പരിഗണിച്ചിട്ടുണ്ടോ? ചാത്തുണ്ണി മാസ്റ്ററെ പോലെയുള്ള ആളുകളെ നിസ്സാര കാര്യത്തിന് പുറത്താക്കിയ പാർട്ടിയാണ്. ഇതൊക്കെ അതിനുശേഷം വേമ്പനാട്ടുകായലിൽ വെള്ളം എത്ര ഒഴുകിപ്പോയി. CPM-ൻ്റെ പല നയരേഖകളിലും അവർ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യൻ കാസ്റ്റ് സിസ്റ്റം അതിനെ കണക്കിലെടുത്തില്ല എന്നുള്ളത് പാർട്ടിക്ക് പറ്റിയൊരു പാളിച്ചയാണ്. ഇപ്പോഴും ഒരു ബാലനേ ഉള്ളൂ. പിന്നെ പോളിറ്റ് ബ്യൂറോയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പോൾ ഇതൊക്കെ ചോദിക്കുമ്പോൾ അവരെന്തെങ്കിലും തട്ടാമുട്ടി ഉത്തരവൊക്കെ പറയും. ഞങ്ങൾ ഈ ജാതിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, അതിനെ അംഗീകരിക്കുന്നില്ല എന്നൊക്കെ തട്ടാമുട്ടി പറയുമെങ്കിലും ഇറ്റ് റിമെയിൻസ് എ ഫാക്ടർ. ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഒരു സമൂഹത്തിൻ്റെ പരിച്ഛേദമായിരിക്കണ്ടേ. അപ്പോൾ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും ആ പാർട്ടിയിലും ഉണ്ടാവണം. അതല്ലാതെ ചില വിഭാഗങ്ങൾ മാത്രം ചേർന്നൊരു പാർട്ടി, എന്നിട്ട് ഞങ്ങൾ ജനങ്ങളുടെ പാർട്ടി എന്നൊക്കെ പറഞ്ഞാൽ ഈ വിഭാഗങ്ങൾ എവിടെ പോയി? അങ്ങനെ പറയുമ്പോൾ അത് BJPക്കും ബാധകമല്ലേ? ആണല്ലോ BJPക്ക് ബാധകമാണ്. ഇപ്പോൾ അബ്ദുൽ സലാം മാഷല്ലാതെ ഒരു സ്ഥാനാർത്ഥി പോലും വന്നില്ല. ഇല്ല, അതൊരു കുറവ് തന്നെയാണ്. Therefore BJP is making outreach to every community. എല്ലാ പാർട്ടിക്കും ഈ പോരായ്മയൊക്കെ ഉണ്ട്. എല്ലാ റെപ്രസെൻറ്റേഷനും കിട്ടുന്നില്ല, അതില്ല, അതൊക്കെയാണ്. അതുണ്ട്. കേരളത്തിൽ നിങ്ങൾക്ക് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും അവഗണിച്ചുകൊണ്ട് ഒരു ജനറൽ പൊളിറ്റിക്കൽ പാർട്ടി കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് കേരളത്തിൽ BJP ഔട്ട്റീച്ച് നടത്തുന്നു. മറ്റ് സ്ഥലത്ത് സംഭവിക്കുന്നത് വെച്ചാൽ UP ഒക്കെ സംഭവിക്കുന്നത് ഇതും കടന്നിട്ട് എല്ലാവരും ഒന്നാണെന്നുള്ളൊരു സ്ഥിതി വന്നു. പിന്നെ അവിടെ ഹിന്ദു മുസ്ലിം നോട്ടമൊന്നുമില്ല. നിങ്ങൾ ഹിന്ദുവിനെ നിർത്തി കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ വോട്ട് ചെയ്യും. ആ അവസ്ഥ കേരളത്തിൽ വന്നിട്ടില്ല. അപ്പോൾ വരുന്നത് വരെ ഈ പറഞ്ഞ നിരന്തരമായ ഔട്ട്റീച്ച് BJPക്ക് നടത്തിയേ പറ്റുള്ളൂ. അല്ലാതെ BJPക്ക് അത് BJP ക്രിസ്ത്യാനികളുടെ കാര്യത്തിൽ കാണിച്ചു, മുസ്ലിങ്ങളുടെ ഇടയിൽ അത്രയ്ക്ക് BJPക്ക് അങ്ങ് കയറി ചെല്ലാൻ പറ്റിയിട്ടില്ല. ബട്ട് ബോധപൂർവമായ ശ്രമം അവർ നടത്തുന്നുണ്ട്. ഇത് CPM-നും ബാധകമാണ്, കോൺഗ്രസ്സിനും ബാധകമാണ്. ഇതിന് കോൺഗ്രസ് കൊടുക്കുന്ന ഓമന പേരാണ് സാമുദായിക സന്തുലനം. സംഭവം ഇതാണ്, ഇത്ര ക്രിസ്ത്യൻ ഇത്ര മുസ്ലിം, ക്രിസ്ത്യൻ ഉള്ളിൽ തന്നെ ഓർത്തഡോക്സ് ഇത്ര, യാക്കോബായ ഇത്ര, വീതം വെച്ച് കൊടുക്കുക, ഇതാണ് സാധനം. പക്ഷേ അതിനൊരു ഓമന പേരിട്ട് സാമുദായിക സന്തുലനം. ഇത് BJP ചെയ്തു കഴിഞ്ഞാൽ വർഗീയമാകും. CPM ചെയ്യുന്നുമില്ല. നമ്പർ 2 വേറെ ഒരു കാര്യം കൂടെയുണ്ട്. ഈ മുസ്ലിങ്ങൾ എത്രയുണ്ട് എന്നുള്ളതിനേക്കാൾ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ചോദ്യമാണ്, ബേസിക് ചോദ്യമാണ്, ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് എത്രയുണ്ട് എന്നുള്ളത്. അതെ, മുസ്ലിം റെപ്രസെൻറ്റേഷൻ
30% മുസ്ലിങ്ങളുണ്ട്, അതുകൊണ്ട് എല്ലാ പാർട്ടിയിലും 30% പ്രവർത്തകർ സ്ഥാനാർത്ഥികൾ 30 അങ്ങനെയില്ല. അതൊരു വർഗീയ ചിന്താഗതിയാണ്, ഒരു എനം തിരിച്ച്. കമ്മ്യൂണൽ എന്നുള്ള അർത്ഥത്തിലല്ല, യു ആർ ഡിവൈഡിങ് പീപ്പിൾ ആൻഡ് ദെൻ ഗിവിങ് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ. ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് അങ്ങനെയല്ല. അവർ ട്രഡീഷണലി എത്ര വർഷം, കുറഞ്ഞത് അറിയപ്പെടുന്ന ഒരു 3000 വർഷമെങ്കിലും അവർ എല്ലാ സമുദായങ്ങളും അവരെ ചവിട്ടി മെതിച്ചിരുന്നു. എവരിബഡി, ക്രിസ്ത്യൻസ്, മുസ്ലിംസ്, ഹിന്ദുസ് എല്ലാം അവർ താഴ്ന്നവരായിട്ട്. അങ്ങനെയാണ് അവർക്ക് ഭരണഘടനയിൽ തന്നെ 10% സംവരണം കൊടുത്ത്, അന്ന് 10 കൊല്ലത്തേക്കാണ്, പിന്നെ അത് നീട്ടി, അതൊക്കെ ഹിസ്റ്ററി. അപ്പോൾ ഭരണഘടനയിൽ തന്നെ ആദ്യം സംവരണം കൊടുത്ത ഒരു വിഭാഗം ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബാണ്. സോ ഹിസ്റ്റോറിക്കലി അവരുടെ റെപ്രസെൻറ്റേഷൻ ഉണ്ടായേ പറ്റുള്ളൂ. യു ടേക്ക് ബി ജെ പി നോക്കൂ, ആ ഇക്വേഷനിൽ അവർ കുറവ് വരുത്തിയിട്ടില്ല. ഏറ്റവും കൂടുതൽ OBC SC ST എല്ലാം അവരിലുണ്ട്. ഈ CPM പറയുന്നത് കാരണം മറ്റതിനേക്കാൾ ഒരു സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്നത് ഇതാണ്. മറ്റത് നിങ്ങളുടെ കമ്മ്യൂണൽ ബാലൻസ് ആണ്, വിച്ച് യു ക്യാൻ ഡു ഓർ നീഡ് നോട്ട് ഡു, ബട്ട് സോഷ്യൽ ജസ്റ്റിസ് ഹാസ് ടു ബി ഡൺ. എൻ്റെ സംശയം ഞാൻ ചോദിക്കാൻ വന്നത്, ഈ CPM അവകാശപ്പെടുന്ന അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്നാണ്. പക്ഷേ എന്തുകൊണ്ടാണ് കേരളത്തിൽ ഈ അടിസ്ഥാന പാർശ്വവൽക്കരിക്കപ്പെട്ട ഈ ജനവിഭാഗങ്ങളിൽ നിന്ന് വലിയ നേതാക്കന്മാർ CPMൽ ഉണ്ടാവാതെ പോയത്? അത് പണ്ട് മുതലേ അത് കള്ളമായിരുന്നു. അതുകൊണ്ടാണ് ഈ പറഞ്ഞത്, ശുദ്ധ കള്ളമായിരുന്നു. അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് ഒരിക്കലും ഒരു പ്രാതിനിധ്യവും അവരുടെ കാര്യം നോക്കാനോ ഒന്നും തന്നെ പാർട്ടി തയ്യാറായിരുന്നില്ല. പാർട്ടി വേറെ ചില വിഭാഗങ്ങളുടെ കയ്യിലായിരുന്നു തുടക്കം മുതൽ. ഇതൊക്കെ വെറും ഐവാഷാണ്. ഇന്നിപ്പോൾ നോക്കൂ, തൊഴിലാളി എന്നുള്ള വാക്ക് CPMൽ ആരെങ്കിലും പ്രസംഗിക്കുമ്പോൾ വരാറുണ്ടോ? കർഷക തൊഴിലാളി ഉണ്ടോ പാർട്ടിയിൽ? ഇല്ല. കയറത്തൊഴിലാളി എവിടെ പോയി? ഇല്ല. കശുവണ്ടി തൊഴിലാളി ഇല്ല. കല്ലുവെട്ട് തൊഴിലാളി ഇല്ല. ഇപ്പോൾ ഉള്ളതാരാ? NGOമാർ, കോളേജ് അധ്യാപകർ, ESFI, DYFI, ആലംബൂസന്മാർ, ഇവരൊക്കെയാണ് പാർട്ടി. പെറ്റി ബുഷ എന്ന് പറഞ്ഞ അടിസ്ഥാന വർഗം എന്ന് പറയുന്നതില്ല. നമ്മുടെ ഈ പുന്നപ്രവയലാർ സമരകാലത്ത് അതിന് തൊട്ട് മുമ്പൊക്കെ ആയിട്ടാണ് നമ്മുടെ TV തോമസ് രംഗത്തേക്ക് വരുന്നത്, 4-5 വർഷം മുമ്പ്. അപ്പോൾ അന്ന് തിരുവിതാംകൂർ പാർട്ടിയുടെ സെക്രട്ടറി KV പത്രോസ്, കുന്തക്കാരൻ പത്രോസ് എന്ന് പറയും, ആലപ്പുഴ. TV തോമസ് വന്നപ്പോൾ ഈ കുന്തക്കാരൻ പത്രോസ് ചോദ്യം ചെയ്തു, ഇതെങ്ങനെ ശരിയാവും? ഇയാൾ മുതലാളിയല്ലേ, ഇയാൾക്കെങ്ങനെ തൊഴിലാളി പാർട്ടിയുടെ നേതാവാകാൻ പറ്റും? അന്തം വിട്ടുപോയി പത്രോസ്. സത്യത്തിൽ പത്രോസ് തടുക്കുന്ന ഇത്, കയറിൻ്റെ തടുക്കുന്ന ഇത് ജീവിക്കുന്നവനാണ്, തൊഴിലാളിയാണ്, റിയൽ തൊഴിലാളി. അങ്ങനെ പുന്നപ്രവയലാർ സമരത്തിൻ്റെ ഡിക്റ്റേറ്റർ എന്നുള്ള പദവി വരെ പത്രോസ് എത്തി. അപ്പോൾ ആ പത്രോസിന് ഈ TV തോമസിനെ കണ്ടപ്പോൾ മനസ്സിലാവുന്നില്ല, പോയി ഇതെങ്ങനെ ശരിയാവും സഖാവേ. ബട്ട് വാട്ട് ഹാപ്പൻ? പത്രോസ് വാസ് ത്രോൺ ഔട്ട്. പത്രോസിൻ്റെ പേര് ഇന്ന് പാർട്ടി രേഖകളിൽ കാണില്ല. KV പത്രോസ് എന്ന് പറഞ്ഞ ആളിൻ്റെ രേഖയിലില്ല. പത്രോസ് അപ്രസക്തനായി. പത്രോസ് ആരും ചോദിക്കാനും പറയാനും. പത്രോസ് ആകെ എഴുതി വെച്ചത്, എന്നെ ഈ പുന്നപ്ര ചുടുകാടിൽ കുഴിച്ചിടുകയോ ദഹിപ്പിക്കുകയോ ചെയ്യരുത്. ജീവിതകാലം മുഴുവൻ ഞാൻ ഇവന്മാരുമായിട്ട് വഴക്കിട്ടിട്ട് മരണത്തിന് ശേഷം അവിടെ കിടന്ന് വഴക്കുണ്ടാക്കാൻ എനിക്ക് വയ്യ, എന്നെ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകും. ദിസ് വാസ് പത്രോസ്. അപ്പോൾ അന്ന് പത്രോസിനെ പോലെയുള്ളവർക്ക്, R സുഗതനെ പോലെയുള്ളവർക്കൊക്കെ മനസ്സിലായി ഇത് മുതലാളിമാരാണ് കയറി ഭരിക്കുന്നത്. AKGയുടെ ആത്മകഥയിൽ AKG എഴുതിയിട്ടുണ്ട്, ഇത്രയേ ഉള്ളൂ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, പേടിച്ചു പോയല്ലോ എന്നാണ് മുതലാളിമാരുടെ റിയാക്ഷൻ. ഇത്രയേ ഉള്ളൂ ഈ സാധനം, ചുമ്മാ പൈസ കൊടുത്താൽ വിലക്കെടുക്കാം, വെറുതെ പേടിച്ചു പോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടങ്ങ് ഒരു പോക്കായിരുന്നില്ല. നൗ യു സി, കമ്മ്യൂണിസം ഈസ് ഡെഡ്. ദർ ഈസ് എ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബൈ നെയിം ആൻഡ് ഇറ്റ് ഈസ് ട്രബിളിങ് യു. ഇതാണ് ഇപ്പോൾ കേരളത്തിലെ അവസ്ഥ. അല്ലാതെ കമ്മ്യൂണിസം ഒന്നുമില്ലല്ലോ ഇപ്പോൾ. കോൺഗ്രസ് പോലെ വേറൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ലിറ്റിൽ ബിറ്റ് സ്ട്രോങ്ങർ, വിച്ച് ഈസ് ട്രബിളിങ് യു. ഇതാണ് നമ്മുടെ പ്രശ്നം. അല്ലാതെ കമ്മ്യൂണിസം ഒന്നും നമ്മുടെ പ്രശ്നമല്ല. ഇപ്പോൾ ആരും തൊഴിലാളികൾക്ക് സർവാധിപത്യം എന്നുള്ള വാക്ക് ഉപയോഗിക്കാറില്ല. തൊഴിലാളി ഐക്യം സിന്ദാബാദ് എന്നുള്ള മുദ്രാവാക്യം തന്നെ അപ്രസക്തമായി. ഇപ്പോൾ AKPCTA സിന്ദാബാദ് എന്ന് പറയും, അധ്യാപക സംഘടനയുടെ. ഇതാണ്. അല്ലാതെ തൊഴിലാളി ഐക്യം സിന്ദാബാദ് എന്നില്ല. ഇൻകുലാബ് സിന്ദാബാദ് ഇപ്പോഴും നിൽക്കുന്നു. തൊട്ടടുത്ത് വരേണ്ടത് തൊഴിലാളി ഐക്യം സിന്ദാബാദാണ്. അത് കേൾക്കുന്നില്ല മുദ്രാവാക്യം. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒന്നാമത് അത് വിളിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ ചിരിക്കാൻ തുടങ്ങും. ഒരു തമാശയാണ്, ഒരു
95-96 MP നാരായണപിള്ള എഴുതിയിരുന്നു. തൊഴിലാളി ഐക്യം സിന്ദാബാദ് എന്ന് കേൾക്കുമ്പോൾ എനിക്കിപ്പോൾ ചിരി വരുന്നുണ്ട്. അല്ല, നമ്മൾ റീസെൻ്റ്ലി അല്ലേ വായിച്ചത് CITU എറണാകുളത്തെ നേതാവിൻ്റെ വീട്ടിൽ ഈ പോർഷെ മുതലുള്ള എല്ലാ മുന്തിയ കാറുകളും കിടക്കുന്ന വാർത്ത. അദ്ദേഹത്തെ പുറത്താക്കി ഇവർ പാർട്ടിയിൽ നടപടിയെടുത്തു. എന്ത് നടപടിയെടുക്കാൻ? അതിലും മുമ്പ് വാർത്ത ഞാൻ 1999 ഞാൻ ചെറിയ വാർത്തയായിരുന്നു. ഏറ്റുമാനൂർ CITU നേതാവിൻ്റെ വീട്ടിൽ മോഷണം നടന്നു. 2 റോളക്സ് വാച്ച്, പിന്നെ എന്തൊക്കെയോ ഇമ്പോർട്ടൻ്റ് സാധനങ്ങളാണ്. പോർച്ചിൽ കിടന്ന കാറ് അത് തുറന്ന് ഓടിച്ചുകൊണ്ട് പോകാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് അതിൻ്റെ ദേഷ്യത്തിന് അതിൻ്റെ ചില്ല് പൊട്ടിച്ചിട്ട് ഇയാൾ പോയി. അത് ബെൻസ് കാറായിരുന്നു. CITU നേതാവാണ്. ഏറ്റുമാനൂരിലെ ഏറ്റുമാനൂരോ കാണക്കാരിയോ മറ്റോ. ഹൗ സ്മോൾ എ പ്ലേസ് യു സി. ഏറ്റുമാനൂർ കുറച്ചുകൂടെ വലുത്. ഇത് കാണക്കാരിയിലും മറ്റുമായിരുന്നു. ഏറ്റുമാനൂരിന് അടുത്തൊരു സ്ഥലമാണ്. അപ്പോൾ ദിസ് ഈസ് ദ വേ ദെയർ ലീഡേഴ്സ് വെയർ ഫ്ലറിഷിങ് ആൻഡ് സ്റ്റിൽ ഫ്ലറിഷിങ് ഈവൻ ടുഡേ. അപ്പോൾ ഈ തൊഴിലാളി അടിസ്ഥാനവർഗം എന്നൊക്കെ ഉള്ളത് പണ്ടേ ഇല്ല, ഇപ്പോൾ ഒട്ടുമില്ല. ഏതായാലും ബാലൻ്റെ ഉള്ളിലിരിപ്പ് ചിലപ്പോൾ TG പറഞ്ഞ പോലെ ആവാം. പക്ഷേ ആരാധ്യനായ പിണറായി ബാലനെ മുഖ്യമന്ത്രിയാക്കുമോ? ഒരു കാര്യം ഞാൻ പറയാം. ബാലൻ മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണ്, നിഷ്കളങ്കനാണ്, നേരുള്ളവനാണ്, അഴിമതിക്കാരനല്ല, കമ്മ്യൂണിസ്റ്റുകാരനാണെന്നുള്ളൊരു കുഴപ്പം. വ്യത്യസ്തനാം ബാലൻ. അത് സത്യത്തിൽ പാർട്ടി തിരിച്ചറിയുമോ എന്നുള്ളതാണ് ചോദ്യം. തിരിച്ചറിയട്ടെ. ഒരുപക്ഷെ നമ്മുടെ ഈ വർത്തമാനം ഒരു പ്രചോദനമാകും. ആയാൽ നല്ലത്, നല്ല കാര്യം. ആവട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.